ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫർദർ ഇഷ്യൂ ആഫ്റ്റർ ബൈബാക്ക് സെക്ഷൻ 68 സബ്സെക്ഷൻ 8 ഈ ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ മെയിനായിട്ട് പറയുന്നത് ബൈബാക്കാണ്. നേരത്തെ ക്ലാസ്സുകളിലൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ബൈബാക്ക് എന്താണെന്നുള്ളത്. ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ബൈബാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ ഓൺ ഷെയർസ് ആ കമ്പനി തന്നെ പർച്ചേസ് ചെയ്യുന്നതാണ് നമ്മൾ ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഒരു കമ്പനി അവിടുത്തെ ഷെയർസും അതർ സെക്യൂരിറ്റീസൊക്കെ ബൈബാക്ക് ചെയ്തു കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ അവർ ഒരു ഫർദർ ഇഷ്യൂ ഈ സെയിം കൈൻഡ് ഓഫ് ഷെയർസും സെക്യൂരിറ്റീസും വെച്ചിട്ട് അവർ ഫർദർ ഇഷ്യൂ നടത്താനായിട്ട് പോവുകയാണ്. പക്ഷേ ഈ സെയിം കൈൻഡ് ഓഫ് ഷെയർസും അതേപോലെ തന്നെ സെക്യൂരിറ്റീസും വെച്ചിട്ട് നമ്മൾക്ക് ഫർദർ ഇഷ്യൂ നടത്താനായിട്ട് പറ്റില്ല. ഓൾറെഡി നമ്മൾ ഷെയർസും ഈ സെയിം ഷെയർസും സെക്യൂരിറ്റീസും ബൈബാക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ട് ഒരു 6 മന്ത് വരെ നമ്മൾക്ക് ഈ ഷെയർസും സെക്യൂരിറ്റീസും ഫർദർ ഇഷ്യൂ ഇത് വെച്ചിട്ട് ഫർദർ ഇഷ്യൂ നടത്താനായിട്ട് പറ്റില്ല എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഈ കേസ് ബോണസ് ഇഷ്യൂ ചെയ്യാനും ബോണസ് ഇഷ്യൂലും ഈ കേസ് അപ്ലിക്കബിൾ അല്ല. പിന്നെ കൺവേർഷൻ ഓഫ് വാറൻസ്, സ്റ്റോക്ക് ഓപ്ഷൻ സ്കീംസ്, സെറ്റ് ഇക്വിറ്റി ഓർ കൺവേർഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഇൻറ്റു ഇക്വിറ്റി ഷെയർസ് ഇതിലൊക്കെ ഇതിൽ മാത്രം പറ്റുള്ളൂ. നമുക്ക് ഈ ബോണസ് ഇഷ്യൂ എന്ന കേസിൽ ഈ ഒരു കേസ് അപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻസ്, സെറ്റ് ഇക്വിറ്റിയൊക്കെ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയിലെ ഡയറക്ടേഴ്സും അതേപോലെ തന്നെ എംപ്ലോയീസൊക്കെ ഉണ്ടാവും. ആ എംപ്ലോയീസിന് അവർക്ക് അവിടെ കമ്പനിയിൽ നിന്ന് ഷെയർസ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അവർക്ക് അതിൻ്റെ ഫ്യൂച്ചറിൽ ഡേറ്റ് ഡിറ്റർമൈൻ ചെയ്ത് ഡേറ്റ് ഫിക്സ് ചെയ്ത് ഷെയർസ് അവർക്ക് എടുക്കാനായിട്ട് പറ്റും. ഫ്യൂച്ചർ ഡേറ്റ് ഡിറ്റർമൈൻ ചെയ്യുക, അതാണ് പറയുന്നത്. സെറ്റ് ഇക്വിറ്റി എന്താണെന്ന് വെച്ചാൽ കമ്പനിയിൽ തന്നെ ഡയറക്ടേഴ്സിനും അതേപോലെ തന്നെ എംപ്ലോയീസിനെയൊക്കെ ഷെയർസ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുക. പിന്നെ അവരുടെ കമ്പനിയിൽ സർവീസസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അവർക്ക് കൺസിഡറേഷൻസ് കൊടുക്കുക. അതാണ് സെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു ഫർദർ ഇഷ്യൂ ആഫ്റ്റർ ബൈബാക്കിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. സെയിം കൈൻഡ് ഓഫ് ഷെയർസും സെക്യൂരിറ്റീസും അവർക്ക് ഫർദർ ഇഷ്യൂ നടത്താനായിട്ട് ഓൾറെഡി ബൈബാക്ക് ചെയ്തത് പിന്നെ ഒരു ഫർദർ ഇഷ്യൂ നടത്താനായിട്ട് പറ്റില്ല എന്നാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്, പോയിന്റിൽ പറയുന്നത്. അടുത്തൊരു പോയിൻ്റാണ് രജിസ്റ്റർ ടു ബി മെയിൻറ്റെയിൻഡ് സബ്സെക്ഷൻ 9. ഇതിലാണ് പറയുന്നത്. ഇതിലെന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ഷെയർസും അതേപോലെ തന്നെ വേറെ സ്പെസിഫൈഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസൊക്കെ ബൈബാക്ക് ചെയ്തു. ബൈബാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിലുള്ള ഷെയർസിൻ്റെയും അതേപോലെ തന്നെ സെക്യൂരിറ്റിയൊക്കെ സെയിൽ ചെയ്തിട്ടുള്ള എല്ലാ രജിസ്റ്ററും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. ആ ഷെയർസിനെയും അതേപോലെ തന്നെ സെക്യൂരിറ്റീസൊക്കെ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് കൺസിഡറേഷൻസ് കൊടുക്കണം. പിന്നെ വന്നിട്ട് സെക്യൂരിറ്റീസും അതേപോലെ തന്നെ സെയിൽസും ഷെയർസിൻ്റെയൊക്കെ ഡേറ്റ് ക്യാൻസൽ ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ആ ഡേറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഫിസിക്കലി അത് ഡിസ്ട്രോയ്ഡ് ആയിട്ട് പോവുകയോ ചെയ്തു എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ആ പെർട്ടിക്കുലേഴ്സും എല്ലാം നമ്മൾ ആ രജിസ്റ്ററിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. അത് രജിസ്റ്റർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് ഈ പോയിന്റിൽ പറയുന്നത്. രജിസ്റ്റർ ടു ബി മെയിൻറ്റെയിൻഡാണ് ഈ പോയിന്റിൽ മെയിനായിട്ട് പറയുന്നത്. അവർ സെക്യൂരിറ്റീസിൻ്റെയും അതേപോലെ തന്നെ ഷെയർസിൻ്റെയും എല്ലാ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പെർട്ടിക്കുലേഴ്സും നമ്മൾ ആ രജിസ്റ്ററിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. അത്ര മാത്രമേ ഈ ഒരു പോയിന്റിൽ പറയുന്നുള്ളൂ. ആൻഡ് ഫൈനലായിട്ടുള്ള പോയിൻ്റാണ് റിട്ടേൺ ഓഫ് ബൈബാക്ക് എന്നുള്ളത്. റിട്ടേൺ ഓഫ് ബൈബാക്ക് എന്നുള്ളത് കമ്പനി രജിസ്റ്ററിൻ്റെ കയ്യിൽ നിന്നും അതേപോലെ തന്നെ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡിൽ നിന്നൊക്കെ ബൈബാക്ക് കംപ്ലീറ്റ് ചെയ്തു. ഈ ബൈബാക്ക് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പെർട്ടിക്കുലേഴ്സ് ഒരു വിത്തിൻ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ അവർ റിട്ടേൺ ചെയ്തിട്ടുണ്ടാവണം. റിട്ടേൺ അവർ റിട്ടേൺ ചെയ്തത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് ഇതിൽ പറയുന്നത്. ഈ സെക്യൂരിറ്റീസിൻ്റെ കയ്യിൽ നിന്നും അതേപോലെ തന്നെ കമ്പനിയിലെ എക്സ്ചേഞ്ച് ബോർഡിൻ്റെ കയ്യിൽ നിന്നും ഫയൽ ചെയ്തത് റിട്ടേൺ മേടിക്കണമെന്നൊന്നുമില്ല. ഇത്രയും കാര്യങ്ങളേ പറയുന്നുള്ളൂ.
ഈ ബൈബാക്ക് റേറ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പെർട്ടിക്കുലേഴ്സും നമ്മൾ വിത്തിൻ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ റിട്ടേൺ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് റിട്ടേൺ ഓഫ് ബൈബാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 പോയിൻ്റാണ് പറഞ്ഞത്. ഫർദർ ഇഷ്യൂ ആഫ്റ്റർ ബൈബാക്ക്, രജിസ്റ്റർ ടു ബി മെയിൻറ്റെയിൻഡ്, ഫൈനൽ വൺ റിട്ടേൺ ഓഫ് ബൈബാക്ക്.